എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. അപ്പോൾ ഇതാ കുഞ്ഞാവ രാധയാവാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവ് ഒത്തിരി സന്തോഷത്തിലാണ്. കുഞ്ഞാവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞാവയുടെ ഒരൊറ്റ നിർബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ ഞാനിന്ന് ഇതിനായിട്ട് വന്നിട്ടുള്ളത്. കാരണം കുഞ്ഞുണ്ണി ഏകദേശം ഉറങ്ങുന്ന ടൈമാണ്. ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി കുറേ നേരം ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞാവിടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കുഞ്ഞാവിടെ ആവശ്യത്തിൻ്റെ പേരിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതലേ കുഞ്ഞാവ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവേനെ ഞാൻ ഏകദേശമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. പാലേക്കുളങ്ങര ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി കുറേ പിള്ളേർ വന്നിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇവിടെ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ അമ്പലത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളത് എടുത്തു വന്നപ്പോൾ അത് വെച്ചിട്ട് തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി കുഞ്ഞാവയ്ക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോളും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ണനായിട്ട് കൃഷ്ണനായിട്ട് വേഷം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് വേണ്ടിയുള്ള വള മാല എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാലയൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അവർ ആ ഒരു മാലയും കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ കുഞ്ഞാവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുണ്ണി ഇടയിൽ കൂടെയൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ മാല ഇവർ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ കുഞ്ഞാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവ് പറയുകയാണ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് ഇതുപോലെ വേഷങ്ങൾ കെട്ടാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അവളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നെറ്റിച്ചൂട്ടി വെക്കാനൊക്കെ കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് കുഞ്ഞാവ് ഇത് വെച്ചതാമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞുണ്ണി അതിൻ്റെ ഇടയിൽ കൂടെ കടന്നിട്ട് ഓടിച്ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. കുഞ്ഞുണ്ണിക്ക് ഉറങ്ങേണ്ട ടൈമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഉറങ്ങിയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അവൾക്ക് ഉറങ്ങാത്തത് കൊണ്ട് അവൾ വേഷം കെട്ടാൻ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞാവയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അവൾക്കും ചെയ്യണം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൃഷ്ണനാക്കാമെന്ന് വിചാരിച്ച ഒരു ഉണ്ണിക്കണ്ണനാക്കുക കുഞ്ഞുണ്ണീനെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആളെന്തായാലും അതിനൊന്നും റെഡിയായി നിൽക്കില്ല. കാരണം ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. പിന്നെ അതാ കുഞ്ഞാവയ്ക്ക് ഇതുപോലെ ഷാളൊക്കെ ഇട്ട് കൊടുത്തു. കുഞ്ഞാവനെ ഞാൻ സ്ലൈഡൊക്കെ കുത്തിയിട്ട് ഇതുപോലെ ഷാളൊക്കെ നേരെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഷാൾ ഇടാനും ഈ ഒരു പൊട്ടുകൾ കുത്തി കൊടുക്കാനൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മൽ ഇതാ കുഞ്ഞാവ ചെയ്യുന്ന കണ്ടിട്ട് കുഞ്ഞുണ്ണിക്ക് അതുപോലെ ചെയ്യണമെന്ന് പറയരുത് കേട്ടോ. കുഞ്ഞാവ ഏകദേശമൊക്കെ ഇതാ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവോട് ഞാൻ പറയായിരുന്നു ഇനി കയ്യിലും കൂടെ ഇത് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളറുണ്ടല്ലോ അതും കൂടെ ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ പിള്ളേരും ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ ഒരുങ്ങുന്നുണ്ടായിരുന്നത്. ഞാൻ മാത്രമാണ് അവിടുന്ന് കുറച്ച് ഒരുങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെ എല്ലാം ഇവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ കുഞ്ഞാവയ്ക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയായിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ തന്നെ കേട്ടോ പിന്നെ ഇരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ ഒരമ്മമ്മ വന്നിട്ട്. അപ്പം ഞാൻ ഇതാ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാ പിള്ളേർക്കും. എല്ലാവരും ഒരാളെ കണ്ടപ്പം പിന്നെ എല്ലാവരും വരിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ വിരൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. വേറെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുഞ്ഞുണ്ണി അവൾക്കും കൂടെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുണ്ണിക്കും ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തപ്പോൾ കുഞ്ഞുണ്ണി അറിയാണ് വിരലിലിട്ട് തയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം ഇവിടെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ വിരലിലും കൂടെ വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് എങ്ങനെ ഇട്ടാലും മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ തന്നെ ഫുള്ള് വേണം, രണ്ട് കയ്യിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുണ്ണിക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. അതാ ഈ ഒരു കളറുണ്ടല്ലോ ഇത് കയ്യിൽ ഇട്ടിട്ട് പിന്നെ ആ ഡ്രസ്സിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഒതുങ്ങിയിരിക്കില്ല, ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കളറാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ ബാക്കി ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കൽ പകുതി വെച്ച് നിർത്തിയേക്കായിരുന്നു കേട്ടോ കുഞ്ഞുണ്ണി വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു കുട്ടിക്കും കൂടെ പിന്നെ വേഗം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത ആളിത് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആളുടെ ഇടലേട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് അതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുഞ്ഞാവയ്ക്ക് കുറേ പിള്ളേരുള്ളത് കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മൂക്കുത്തി വെച്ച് കൊടുക്കണം, അതും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ പിള്ളേർക്കുള്ള മൂക്കുത്തിയും കൂടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇനി ഇപ്പം ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കുഞ്ഞാവ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വന്നേക്കായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇതാ ഫ്രണ്ട്സായി എല്ലാവരും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് കുഞ്ഞാവയ്ക്ക് വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ കുഞ്ഞാവിടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ഒപ്പം പഠിക്കുന്ന ഫ്രണ്ടാണ്. അപ്പോൾ അവളെ കണ്ടപ്പോൾ പിന്നെ ഒത്തിരി ഹാപ്പി ആയി. ഇതാ മൂക്കുത്തിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരിക കേട്ടോ. മൂക്കുത്തി കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ് മൂക്കുത്തിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു. ഇതാ പിള്ളേരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ബാക്കി കാര്യം. അവളേനെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. നടക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ജാഥയായിട്ട് ഇങ്ങനെ പോകണമല്ലോ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ പറക്കുട്ടിക്കാവ് കുളപ്പുള്ളി അമ്പലത്തിലേക്ക് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. കൃഷ്ണന്മാരെ ഇങ്ങോട്ട് നോക്കൂ, കൃഷ്ണന്മാരെ ഇങ്ങോട്ട് നോക്ക് അവരെയാണ്. അപ്പോൾ അങ്ങനെ അതാ എല്ലാ രാധയും കൃഷ്ണന്മാരേനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഏറ്റവും പ്രായം കൂടുതലുണ്ടായിരുന്ന കൃഷ്ണൻ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരേനെയും പിടിച്ച് കൊണ്ടുവരികയാണ്. ഓരോരുത്തരും ഓരോ സ്ഥലത്തായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരേനെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ് അങ്ങനെ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ പിടിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുട്ടി കൃഷ്ണൻ കണ്ടോ, ആളുടെ അടുത്ത് ഈ ഒരു വലിയ കൃഷ്ണൻ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ആൾക്ക് കരച്ചിൽ തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും രാധയും കൃഷ്ണന്മാരുമാണ് നമ്മുടെ ഇവിടുന്ന് പോകാനായിട്ട് ഘോഷയാത്രയ്ക്ക് പോകാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എന്താ റെഡിയായി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്താ വന്ന് റെഡിയായി എല്ലാവരെയും നിർത്തിയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും തന്നെ വേഗം പോയിട്ട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തേ. അങ്ങനെ അതാ കുഞ്ഞാവ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. നടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെന്താ നടക്കാമല്ലോ എന്നൊക്കെ പറയണം. ആളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഘോഷയാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ ദുഃഖാചരണം നടത്താൻ വേണ്ടിയിട്ട് അവിടെ 2 മിനിറ്റ് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ വണ്ടിയിൽ കൃഷ്ണൻ്റെ അടുത്തായിട്ട് രാധയായിട്ട് കുഞ്ഞാവേനെയാണ് കേട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണനും രാധയായിട്ട് ഇവരിതാ വണ്ടിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ദൂരമൊക്കെ നടന്നതിന് ശേഷം പിന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ നമ്മളെ കുളപ്പുള്ളി സെൻറ്ററിലെത്തി. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പേര് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു, ഓരോരോ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ടീമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഇവർ പോകുന്നത്. അപ്പോൾ കണ്ണൻ്റെ പാട്ടുകളൊക്കെ കേൾക്കും തോറും ഇവരിങ്ങനെ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണനൊക്കെ ആയിട്ടുള്ള ഡാൻസും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ടീമുകളിലെ വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കുളപ്പുള്ളി സെൻറ്ററിലാണ് കേട്ടോ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാ ടീംസും കൂടിയിട്ട് പറക്കുട്ടിക്കാവ് കുളപ്പുള്ളിയുള്ള പറക്കുട്ടിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇത് ഘോഷയാത്ര അങ്ങനെ പോയിട്ട് അവസാനിക്കുക. അപ്പോൾ എല്ലാവരും ഇതാ ഡാൻസൊക്കെ കളിച്ചിട്ട് കുഞ്ഞായൊക്കെ നല്ല ഉഷാറിലാണ് കേട്ടോ, നല്ല കളിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇതാ കുളപ്പുള്ളി സെൻറ്ററിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഒരുപാട് ദൂരം നമ്മൾ അവിടുന്ന് നടന്നു വരുന്നത് കൊണ്ട് തന്നെ ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇവർ വെള്ളവും ലഡു ഉണ്ണിയപ്പം അങ്ങനെ ജ്യൂസ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ആവശ്യത്തിലധികം തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ എല്ലാ കുട്ടികൾക്കും അവരുടെ വിശപ്പും ദാഹമൊക്കെ മാറ്റിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ അതുകൊണ്ടാണ് ഇത്രയും ഉഷാറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും സമയമായിട്ടും നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 1:30 ഒക്കെ ആകുന്ന ഒരു ടൈമിൽ നമ്മൾ അവിടുന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി സമയത്താണ് കേട്ടോ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും കൂടി നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരാണെങ്കിലും ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ടീംസും ഇപ്പോൾ ഒരുമിച്ച് കുളപ്പുള്ളി സെൻറ്ററിൽ എത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ വേറൊരു ടീമാണ് കേട്ടോ അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്, വേറൊരു വണ്ടിയിൽ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഓരോ ടീംസായിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്തുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും അതൊരു എൻജോയ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കണ്ണൻ്റെ ജന്മാഷ്ടമി നല്ല രീതിക്ക് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്കും ഒത്തിരി ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടി കണ്ണന്മാരും കുട്ടി രാധമാരും എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞാവേനെ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത്, പിള്ളേരുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുഞ്ഞാവേനെ ഞാൻ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ടീംസിലുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് ചോദിച്ചു, ചേച്ചിയുടെ മോളാണോ ഇത് ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുഞ്ഞാവേനെ വേറൊരു കുട്ടി കണ്ണൻ്റെ കൂടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും അവരെടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ണൻ്റെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞാവ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാവേനെ ഫോട്ടോസൊക്കെ അവരെടുത്തിട്ട് പിന്നെ ആ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാമെന്ന് പറയുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പറക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തൊഴുത് ഇവിടുന്ന് അവിയിൽ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇത്രയ്ക്ക് ജനങ്ങളുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.